ഡോക്ടർമാരല്ലാത്ത ഡോക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ്. ഞാൻ അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇവരാരും ഡോക്ടേഴ്സ് അല്ല. ഇവർ സ്വയമേ ഡോക്ടർ എന്ന് പറയുകയാണ്. ഞാൻ ഡോക്ടർ സരോജ് കുമാർ എന്ന് പറയുന്ന പോലെ തന്നെ ഡോക്ടർ എന്നൊരു പേരിട്ടിട്ട് ബാക്കി അവരുടെ പേര് പറയുകയാണ്. അപ്പം നമ്മൾ റീൽ കാണുമ്പോഴേക്കും ഡോക്ടർ എന്ന് എഴുതി കാണിക്കാൻ നമ്മൾ കുറച്ച് പ്രയോറിറ്റി കൊടുക്കും. ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ കയറി നോക്കാൻ നേരം എന്ത് ഡോക്ടർ, എവിടുത്തെ ഡോക്ടർ, യോഗ എക്സ്പെർട്ട്, വെൽനെസ് എക്സ്പെർട്ട്, ഇതാരും ഡോക്ടേഴ്സ് അല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നാളെ തൊട്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഒരു ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് ഇരുന്നിട്ട് പറയുവാണ് ഐ എം ഡോക്ടർ പ്രശാന്ത്, വെൽനെസ് എക്സ്പെർട്ട്, ആലപ്പുഴ. ഇത്രയും മതി. ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ കാണാൻ ആൾക്കാരുണ്ട്. കാരണം എന്താ? ഡോക്ടർ എന്നുള്ളൊരു പേരുണ്ട്. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലൊടിഞ്ഞാൽ ഓർത്തോയുണ്ട്, നമുക്ക് ശ്വാസമുട്ടലിന് പൾമനോളജി ഉണ്ട്, അങ്ങനെ കുറെ ഡോക്ടേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരാരും ഇവരുടെ ജോലിയല്ലാതെ വേറെ എടുക്കത്തില്ല. ഇപ്പൊ കാലൊടിഞ്ഞാൽ നമ്മൾ പൾമനോളജിയെ കൊണ്ട് പറയും നിങ്ങൾ ഓർത്തോയെ കണക്കാൻ പറയും. കാരണം അവർക്കറിയാം അവരാണ് ഡോക്ടേഴ്സ്. അല്ലാതെ ഇതുപോലെ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വന്നിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല ഡോക്ടർ. അപ്പൊ നിങ്ങൾ തിരിച്ചറിയാം. ഇവനൊക്കെ നാളെ പോയി പബ്ജി കളിച്ചിട്ട് വന്നിട്ട് പറയും ഞാൻ ആർമിയിലാണ്, എന്റെ AK-47 എംഫോസിസ്, ഇങ്ങനെ കുറെ പേരും കാര്യങ്ങളും ഡീറ്റെയിലും പറയുമ്പോഴേക്ക് ഇതൊന്നും അറിയാത്ത കുറെ ആൾക്കാർ കണ്ടിട്ട് പറയും കേട്ടോ പട്ടാളത്തിലാണ് ഇപ്പം പണ്ടൊക്കെ യുദ്ധത്തിലൊക്കെ ഇറങ്ങിയെന്ന് പറയാൻ വിശ്വസിക്കാൻ ആളുണ്ട്. കാരണം നമ്മുടെ ഇവിടെ എന്താ എന്ന അന്വേഷിക്കാനുള്ള പരിപാടിയില്ല. ഇവിടെ ആരോഗ്യവകുപ്പുണ്ട്, കേരളം നമ്പർ 1 എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ അതൊന്നും തിരക്കാനൊന്നും ആരുമില്ല. ആര് ചത്താലും ഒന്നുമില്ല. 2 ദിവസം വാർത്ത വരും വിടും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇല്ല എങ്കിൽ ഇവനൊന്നും ഒരൊറ്റ ഒരാളും തല പോലും പൊക്കത്തില്ല. മനസ്സിലായില്ല? അപ്പൊ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. പിള്ളേർക്ക് വരെ കൊടുക്കുന്ന ഫുഡിലും മായമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാം നടക്കും. അപ്പൊ നമ്മളെ സംരക്ഷിക്കുക.